അപ്പോൾ എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഓണസദ്യ വളരെ നല്ല രീതിയിൽ നമ്മുടെ ചന്ദ്രന്റെ പായസം പാലട പ്രഥമം കൂട്ടിയിട്ട് കഴിച്ച് ഞങ്ങളൊന്ന് മയങ്ങി. ഒരു 3 മണി 3:30 ആയപ്പോൾ സമയം. അപ്പോഴാണ് സഞ്ജുവിനൊരു കോള് വന്നത്. ബാക്കി സഞ്ജു പറയൂ. നമ്മളെ മൊനമ്പം ചെറായിലുള്ള മൊനമ്പത്ത് സ്രാങ്കേട്ടൻ വിളിച്ചിട്ടുണ്ട്. സ്രാങ്കേട്ടൻ അവിടെ ഒരു ചെറിയ റിസോർട്ട് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ അഗാധമായ ബന്ധമാണ്. അപ്പൊ സ്രാങ്കേട്ടൻ അവിടെ ഓണൊക്കെ ഇല്ല, കുറെ മീനൊക്കെ കിട്ടിയിട്ട് ഇത്ര പുള്ളിക്ക്. അപ്പൊ അതൊക്കെ കഴിക്കാം. പിന്നെ പുള്ളിയുടെ റിസോർട്ട് ഒരു 10 ആൾക്ക് കാണിച്ചു കൊടുക്ക്. നിങ്ങളൊരു ചാനലൊക്കെ തുടങ്ങിയതല്ലേ, അവർ 10 ആൾക്ക് നമ്മുടെ റിസോർട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സ്രാങ്കേട്ടൻ വിളിച്ചിട്ടുണ്ട്. സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ബേബി സ്രാങ്ക് എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേര്. പുള്ളിയുടെ അടുത്ത ഒരു ബോട്ടിന്റെ സ്രാങ്കായിരുന്നു. പിന്നെ ഈ തീരദേശ മത്സ്യ സംരക്ഷണ സേനയുടെ ഒരു സംഭവമൊക്കെ ആള് ഭയങ്കര സംഭവമാണ്. അവിടെ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധം തല്ലിട്ടാണ്ട് അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റും. അവിടുത്തെ മെയിൻ ആളാണ്. അപ്പൊ ആളെ കാണാൻ പോവാണ്. ഇതിപ്പോ ഞങ്ങളുടെ സ്വന്തം നമ്മുടെ ജംഗ്ഷൻ കാണിച്ചു കൊടുത്തരാം. നമ്മളത് മേഴത്തൂർ സെന്ററിൽ നമ്മളൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അപ്പൊ ഇനി യാത്രാ മധ്യേ കാണാം. എന്താ അറിയില്ല, ഓന് ഭയങ്കര ക്ഷീണമാകുന്നു. ഒന്നും മുണ്ടൊന്നുമില്ല. പ്രശാന്ത് ഉറങ്ങിയിടാ? സദ്യ കഴിച്ചിട്ടുള്ള ക്ഷീണാടാ. എന്താ പായസം ഉണ്ടാവുന്നത്? പായസം എന്താ നമ്മുടെ എന്തിട്ട പായസം? പൊളിച്ചല്ലേ ഇന്നത്തെ പായസം. നിങ്ങൾ പഴം കഴിച്ചോ? പഴപ്പായസം ഞാൻ കഴിച്ചില്ല. ഞാൻ പാലട നല്ല ടേസ്റ്റ് ആയിരുന്നു. പാലട പപ്പടം കൂടിയിട്ട് നല്ലൊരു പിടിയാ പിടിച്ചില്ല. പിന്നെ പഴത്തിലേക്കുള്ള ഒരു അംഗത്തിനുള്ള അപ്പോഴേക്കും തളർന്നു പോയി അറിയില്ലേ. കുന്നോളം ടൗണൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഗുരുവായൂർ ഏകദേശം ഗുരുവായൂർ എത്തി. കണ്ണന്റെ മണ്ണിലെത്താനായി. അതെ, പക്ഷെ നമ്മൾ അമ്പലം ടച്ച് ചെയ്യില്ല. നമ്മള് അതെ നമ്മള് അമ്പലം ടച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പോവൊക്കെ ചെയ്യാം. പക്ഷെ അത് വളയും. നമ്മള് ഡയറക്റ്റ് ഇനിയിപ്പോ ഇവിടുന്ന് ഗുരുവായൂരിന്ന് ചാവക്കാടുന്ന് വാടാനപ്പള്ളി അങ്ങനെ ശരിക്കും പറഞ്ഞാലേ ഈ കുന്നംകുളം കഴിഞ്ഞിട്ട് ചേറ്റുവ എത്തണ വരെയുള്ള റോഡ് ഭയങ്കര മോശം. പല ഭാഗത്തും ആ ചാവക്കാട് എത്തണ ഭാഗങ്ങളിലൊക്കെ പലയിടത്തും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് റോഡിന് വീതിയില്ല. പിന്നെ ഭയങ്കര കുണ്ടും കുഴിയും കെട്ടും. അല്ലേ, നമ്മള് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് കൂടുതലും ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരും, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരിന്ന് നേരെ നമ്മുടെ ചൂണ്ടലില്ലേ അവിടുന്ന് വന്നിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. എന്ന് വെച്ചാല് അത് വളരെ എളുപ്പം. നല്ല റോഡാണ്. ഇതേന ഇപ്പൊ നമ്മുടെ പൊന്നാനി അവിടുന്ന് ഇങ്ങോട്ടുള്ള കോഴിക്കോട് കോഴിക്കോടുള്ളവർക്ക് വേറെ വഴി വരാണ്ട്. പക്ഷെ ഈ പൊന്നാനി ഇവിടുന്ന് കൊണ്ട് വരുമ്പോ അല്ലെ എടപ്പാള് സൈഡ് അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോ എന്താ വെച്ചാൽ ഈ റോഡിൽ കൂടെ വേണം വരാൻ. അപ്പൊ എന്താ, ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. കുണ്ട് കുഴി വളരെ ദയനീയമായ അവസ്ഥ. നമ്മള് ഇപ്പൊ ചേറ്റുവ പാലത്തിന്റെ മുകളിൽ കയറാൻ പോവാണ്. ഇവിടുന്ന് നോക്കിയ ഒരു ഐലൻഡ് കാണാൻ പറ്റും. ഇതൊരു പ്രൈവറ്റ് ഐലൻഡാണ്, രാജ എന്നാണ് പേര്. അപ്പൊ നമ്മളിപ്പോ അവിടെ എത്തിയോ? കൊടുങ്ങല്ലൂർ എത്താറായി. കുറച്ചും കൂടി ഉണ്ട്, ഒരു 4-5 കിലോമീറ്റർ കൂടിയാണ്. കൊടുങ്ങല്ലൂർ 4-5 കിലോമീറ്റർ കൂടെ മെയിൻ ടൗണായി. അവിടുന്ന് പിന്നെ ഉണ്ടാവും ഒരു 18 കിലോമീറ്റർ ഉണ്ടാവും നേരെ ചെറായി. നമ്മള് ഏകദേശം ചെറായിയുടെ അടുത്ത് എത്താറായി കഴിഞ്ഞു. അതെ, വളരെ അടുത്തെത്താറ്. ഒരു 30 കിലോമീറ്റർ. ഇല്ല അത്രയൊന്നുമില്ല. ആകെ ഇവിടുന്ന് 18, 23, 24 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു 20-24 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ചെറായിക്ക്. ഇതിപ്പോൾ സ്ഥലം പറഞ്ഞ കോതപ്പറമ്പ് പറഞ്ഞ സ്ഥലം. 6:15 ഇപ്പൊ എത്രത്തോളം വിഷ്വൽസ് ഉണ്ടാവും അറിയില്ല. ഇനിയിപ്പോൾ ലൈറ്റ് ഇപ്പം തന്നെ ഡൗൺ ആയിട്ട് തുടങ്ങി. കുഴപ്പമില്ല, നാളെ നമുക്ക് രാവിലെ മുതലാണ്ട് പിടിക്കാം. നേരത്തെ നീട്ടാം.
നാളെ ഇപ്പൊ എന്താ എന്റെ പ്ലാനിങ്? നാളെ അവിട്ടൊക്കെ അല്ലേ, വീട്ടിലെത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അതെത്തും. അപ്പോ നമ്മള് മെയിൻ ഹൈവേന്ന് ചെറായിക്ക് പോണ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു. പറവൂര് സെന്റർ എത്തണേന് തൊട്ട് മുന്നേ വെച്ചിട്ടാണ് നമുക്ക് ഒരു 1 വേ കിട്ടും. അവിടുന്ന് റൈറ്റ്, ആ റൈറ്റ് കഴിഞ്ഞാൽ നേരെ പോണത് നമ്മൾ ചെറായിലേക്കാണ്. ചെറായി ബീച്ച് റോഡിലാണ് എത്തിപ്പെടുക. ഇവിടുത്തെ മൊനമ്പ റോഡ് 2 വഴിയുണ്ട്. മൊനമ്പം കൂടിയിട്ടും പോവാം, മൊനമ്പം അല്ലാതെ ഇവിടുന്ന് നേരെ ചെന്നൊരു പാലം കയറി പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റ് വരും, റൈറ്റ് ലെഫ്റ്റും ടി ജംഗ്ഷനിൽ നിന്നോട്ട്. അവിടുന്ന് റൈറ്റ് കഴിഞ്ഞാൽ മൊനമ്പം വഴി, ലെഫ്റ്റ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ നേരെ ചെറായി ഡയറക്റ്റ് റൂട്ടിൽ. മാലിയങ്കര പാലമാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വഴി പോയാലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും, ചെറായിക്ക് എത്താൻ പറ്റും. ഈ വഴി റൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മൊനമ്പം മൂത്തകുന്നമ്മ പറഞ്ഞ സ്ഥലം, അങ്ങനെ പോയിട്ട് നമുക്ക് ചെറായിക്ക് എത്താൻ പറ്റും. ഈ വഴി ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ ചെറായി ബീച്ചിലാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊറോണയില്ല, ഒന്നുമില്ല, ഭയങ്കര തിരക്കാണ് ബീച്ചിനകത്തൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ റിസോർട്ടിനകത്ത് കയറിയിട്ട് കാണാം. നമ്മൾ സേഫ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ. അതെ, കുറച്ച് കടലിലെ വിഷ്വൽസ് ഉണ്ട്, കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നത് കടല് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന ഇതാണ് നമ്മുടെ ബേബിച്ചേട്ടൻ്റെ റിസോർട്ട്. നാളെ പകൽ ഇതിൻ്റെ പകൽവെട്ടത്തിലുള്ളൊരു കാഴ്ച തരുന്നതായിരിക്കും. എന്നാൽ റൂം കയറില്ലടാ, കാണണോ? ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കാണണ്ടാവില്ല, ഞാൻ പകൽ കാണിച്ചു തരാം. ഇവിടെ ഒരു കടൽ ഭിത്തിയാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഒന്ന് നോക്കിയിടന്നാൽ മതി. സ്ലിപ്പറി ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ ബേബിച്ചേട്ടൻ്റെ റിസോർട്ട് താമസിക്കുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. എൻ്റെ ഇൻസ്റ്റയിൽ കുറച്ച് ഒരു റീൽ ചെയ്തത് കിടപ്പുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ റൂമിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ബേബിച്ചേട്ടൻ്റെ റിസോർട്ട് എന്ന് പറഞ്ഞത്. ഹോം സ്റ്റേ റിലാക്സ് ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല സമയമുണ്ട്, 7:30 അപ്പോൾ നമ്മുടെ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. ഓൾറെഡി വരുന്ന പ്രശ്നമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഉണ്ട്. എന്താടാ? ആ, അപ്പോൾ അങ്ങനെ ഇത് റൂം ആസ് യൂഷ്വൽ എല്ലാം കിടക്കി കലമ്പാക്കിയിട്ടുണ്ട്.
ഇതാർക്കടയിനോ ബാത്റൂം വലിയ മോശമൊന്നും പറയില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം നാളെ കാണിച്ചു തരാം. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. ഭയങ്കര ടയർഡാണ് അതാ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ബേബി ചേട്ടൻ്റെ വീട്ടിൽ നിന്നല്ല റിസോർട്ടിൽ നിന്ന് ഹോം സ്റ്റേയിൽ നിന്ന് എണീറ്റിട്ട് നേരെ വന്നിറക്കുന്ന ബീച്ചിലാണ്. അതിൻ്റെ ആ റിസോർട്ടിൻ്റെ അതാ കണ്ട് ഓട് കാണിച്ചു കൊടുത്തത് അതാണ് റിസോർട്ട്. കാണാവില്ല സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ. ഇവിടെ കടലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഇവിടെ നീറ്റിയൊക്കെ വരണം കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നീറ്റികൊക്കെ വരുന്ന പറഞ്ഞ പരിപാടി അല്ലേ ഏട്ടാ? നീറ്റികൊക്കെ അല്ലത്. ഇതിന് എന്താ ഈ ഉണക്കുമോ? ആ, നിങ്ങളിത് കൊടുക്കില്ല? ഇത് എങ്ങനെ പിടിക്കണ കേട്ടോ? അതെത്ര കിലോ ഉണ്ടാവും ഒരു കൊട്ട? അതിന് 90. എപ്പോൾ ഇറങ്ങിയതാ കടലിലേക്ക്? വരാൻ പറ്റുന്നുണ്ട്. ഇതാണിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കക്ക വാരി നമ്മൾ ചേട്ടൻ പറഞ്ഞല്ലോ. ഇത് കക്ക വാരാൻ വേണ്ടിയിട്ട് വലയിട്ട് നിൽക്കണം ഒരു ചേട്ടൻ. ഇതൊരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് വലയിട്ട്. അത് അവിടുന്ന് എന്തോ കണ്ടിട്ട് വരികയാണ്. ഇവിടെ എന്തോ കണ്ടിട്ട് ആള് വലിയ വല എടുത്തിട്ട് വരികയാണ്. ഹെവി ടാസ്കിലേക്കാണ് കയറാൻ പോണത്. ഇവിടെ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ വേണം ചവിട്ടി കയറാൻ കേട്ടു. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബേബിച്ചേട്ടൻ്റെ റിസോർട്ട്. ഇതേ കാണുന്ന ഇത് റിലാക്സ്. എന്ത് സുഖം. ഇത് നമ്മുടെ ബേബിച്ചേട്ടൻ്റെ കട പടിയാണ്. അതിൻ്റെ ഫ്രണ്ടേജാണ് കടൽ. അവിടെ തന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ഞാനൊരു ഊഞ്ഞാൽ കയറി സെറ്റായിട്ടുണ്ട്. സഞ്ജു അഞ്ചൂടെ സെറ്റായോ? സഞ്ജൂടെ സെറ്റായിട്ട് എന്ത് തോന്നുന്നു? ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ ബേബി ചേട്ടൻ്റെ റിസോർട്ട്. ഒരു സൈഡിൽ ബേബി ചേട്ടൻ്റെ റിസോർട്ട്, ഒരു സൈഡിൽ കടൽ. അതിൻ്റെ നടുക്കുള്ള ആ ചെറിയ സ്പേസിൽ പൈൻമരത്തോട്ടം. പൈൻമരത്തോട്ടത്തിൽ ഇങ്ങനെ ആട്ടുകട്ടിലിൽ കിടത്തി ഉറക്കി മെല്ലെ. ആ റിസോർട്ടിൻ്റെ ഇത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ കാറോടെ ഇറങ്ങും. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ തന്നെ മൂപ്പരൊരു ചെറിയ ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. ചെറുത് എന്ന് പറഞ്ഞാൽ ഹട്ട് മാതിരിയാണ്. ഇതാണ്ടോ അതേമാതിരി. ഇതാണ് ബേബി സ്ട്രാങ്ങിൻ്റെ കട. ഇവിടെ വന്നതിന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ബേബി സ്ട്രാങ്ങിൻ്റെ കട എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഹട്ട് മാതിരിയുള്ള സ്ഥലം. പിന്നെ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കളിയോടം. ഈ കളിയോടത്തിലും ഫുഡ് കൊടുക്കും.
ഇത് ഒരു മറ്റേ വഞ്ചിയുടെ രൂപത്തിലുള്ളൊരു സിറ്റിംഗ് ഏരിയയാണ്. ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഡ്രൈവിംഗ് സംഭവം. പണ്ട് ഓടിച്ചിരുന്ന സാധനമാണ് തോന്നുന്നു, സംശയം അറിയില്ല. വലിയൊരു മീനിനെ പിടിച്ച് വന്ന് തൂക്കി വെച്ചിട്ടുണ്ട് വേവിച്ചേട്ടാ. ഇതിൻ്റെ നേരെ മുകളിലും ഫുഡ് കൊടുക്കുന്ന ഏരിയയാണ്. അതേമാതിരി ഇവിടെ എന്താണെന്ന് വെച്ചാൽ കഥകളുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ റെസ്റ്റോറൻ്റ് എൻട്രൻസ്. നേരെ ബാക്കിൽ തന്നെ ബേബിച്ചറിൻ്റെ വീട്. അവിടെ നിന്നാണ് കുക്ക് ചെയ്ത് നമുക്ക് ഹോംലി ഫുഡാണ് തരിക. അടിപൊളി ഫുഡാണ്. എല്ലാ കടൽ വിഭവങ്ങളും, അതായത് സീ ഫുഡും ഇവിടെ കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ബേബിച്ചറിൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റേ, ഹോം സ്റ്റേ ആണ്. റിലാക്സിൻ്റെ പേര്. വളരെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു ആനയുടെ നെറ്റിപ്പട്ടും ഒരു ഫ്രണ്ടേജ് വളരെ അതിമനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുറേ കാലമായിട്ട് വരണ്ടോ, പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നത്. ഇങ്ങോട്ട് ഇവിടുന്ന് നേരെ നോക്കിയാലാണ് കടൽ, നേരെ കാണുന്ന കടൽ. അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളിതാ പുറത്തൊക്കെ പോയി വന്നു. ഇവിടെ എടുക്കാം കടന്നുറങ്ങാം. എന്താണ് ഒരു സ്ഥലത്തേക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെയാണോ? ഇങ്ങനെ കടന്നുറങ്ങിയ ഏറ്റോടെ എവിടെ പോയാലും ഇങ്ങനെയല്ല. എങ്ങനെ ഒരു ഉഷാറല്ലേ? അല്ല ഒരു ഉഷാറല്ലേ? അല്ലേ ഉഷാറ് കൂട്ടി കൊടുത്താ ചായ പറഞ്ഞുണ്ടോ? ആ ഉണ്ടോ? ഉണ്ടോ? ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കറി, അപ്പം മുട്ടക്കറി. അതൊരു നല്ല കയറ്റി വരുന്നുണ്ട്. നല്ല തട്ടാണല്ലോ ഒരാൾ തന്നെ. ചെറുതായിട്ട് എന്താ പരിപാടി? ഇനി ഞങ്ങൾ പോണായിരിക്കും. ഇവിടെ മീൻ പിടിക്കുന്ന വെച്ചാൽ ഒന്ന് ഷൂട്ട് ചെയ്തിരിക്കും. പിന്നെന്താ സാറെന്താ ബേബിച്ചേട്ടൻ ആരും മരിച്ചോണ്ടൊന്നും ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ റിസോർട്ടൊന്നും കാണിച്ചു തരാമെന്ന് ഓർത്തില്ല. ഞാൻ ബാഴെടുത്ത് വെച്ചു. ഇപ്പോൾ വരുന്നുണ്ടാവില്ലെന്ന് പറഞ്ഞു. ബേബിച്ചേട്ടല്ലേ ഇവിടെ. പുള്ളിയുടെ ആരും മരിച്ചിട്ട് അവിടെ പോയിരിക്കാം. നമുക്ക് പെട്ടെന്നിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഹായ് സഞ്ജോ, എങ്ങനെയുണ്ട്? ഞാനിതിൻ്റെ കൺട്രോളിങ് പഠിച്ചോണ്ടിരിക്കുകയാണ്. സഞ്ജു ഫോട്ടോ ഓടിക്കട്ടോ. ഞങ്ങളുടെ ബാക്കിലൊരാൾക്ക് അറിയാത് ഓടിക്കാൻ. കടലിൽ തീരെ ഇത് ചവിട്ടത് നീങ്ങില്ല. ഞാൻ മാത്രം ഉള്ളതില് ഫോണ്ട് ഫ്രീ ആയിരിക്കും. അയ്യോ അടിപൊളിയല്ലേ? ചെരിവുണ്ട് ഒരു ഭാഗത്തേക്ക്. മൂടാ കളിക്കണ്ട കളിക്കണ്ട. എന്ത് മുങ്ങണ് സെന്ററിലേക്ക് ഇരിക്കാൻ പറ്റുമോ? പേടിക്കലടാ. എനിക്ക് പേടിയില്ല. എനിക്ക് നീന്തല്ല അറിയാ. നീ പിന്നെ നീ നമ്മള് കടലിൽ നമ്മളിപ്പോ ഒരു ഇന്ദിര എന്ന് പറഞ്ഞ ഹോട്ടലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മള് സത്യത്തില് ഹോട്ടലിലെ റിവ്യൂ തന്നെ അങ്ങനെ അതാണ് മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ റേറ്റിലേക്കാടാ ഇത് ഓടിക്കാൻ പഠിക്കുന്നത്.
നല്ല ചുട്ടി ചെറിയ കാറ്റുണ്ടാകാം. പറയും. ആ ഇത് ഇതിൻ്റെ ഇരിക്കുന്ന പേടിയാവണുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മള് ബേബി ചേട്ടൻ്റെ റിസോർട്ടിൽ പോയിട്ട് ബേബി ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി റിസോർട്ടും ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് വിഷ്വൽസ് കണ്ടല്ലോ, രാത്രി അവിടെ എത്തിയതും ആ സൺസെറ്റിനൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രാത്രി എത്തിയത്. അപ്പോൾ രാത്രി ഒരു റിസോർട്ട് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ആകുമ്പോൾ വരെ വെയിറ്റ് ചെയ്തു. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ചാൽ ബേബി ചേട്ടൻ്റെ ഒരു കസിൻ മരിച്ചു. അപ്പോൾ ആ സമയത്ത് പിന്നെ മൂപ്പരി വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ ബോട്ടിങ്ങിലാണ്. ഇത് എവിടെയാണ് സ്ഥലം? ചെറായി സെൻട്രലിലേക്ക് പോണ വഴിയിൽ തന്നെ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ കടലിന്റെ ആ റോഡിലേക്ക് കടക്കുന്നതിന് മുന്നുള്ള സ്ഥലം. ഇത് 50 രൂപ ഒരാൾക്ക് അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ 50 രൂപ കൊടുക്കണം, പണിയെടുക്കണം. നല്ല പണിയെടുക്കണം, ചില്ലറ നല്ല. ബോട്ടിന്റെ പോലെ തന്നെ കയാക്കിങ്ങും അവൈലബിൾ ആണ് ഇവിടെ. കയാക്കിങ്ങിന് വേറെ റേറ്റ്. എത്രയുടെ റേറ്റ്? അത് കയാക്കിങ്ങിന് 150 രൂപ. രണ്ടാൾക്ക് കയറാം. രണ്ടാൾക്ക് കൂടിയിട്ട് ആകെ 150 രൂപ ഉള്ളൂ. ഇതില് പറഞ്ഞാൽ 50 രൂപ പെർ ഹെഡ്. 50 രൂപ വരും. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇവിടെയൊക്കെ വരുമ്പോ അല്ലേ? ഇതൊക്കെ നമ്മൾ തിരിച്ചും ചവിട്ടണം കേട്ടോ. പതുക്കെ തിരിച്ചാലോ. അരമണിക്കൂർ ആയിട്ടില്ല കേട്ടോ. അതാണിത് തിരിക്കുമ്പോ 2-4 മണിക്കൂർ പിടിക്കുന്നു തോന്നുന്നു. ഫ്രണ്ട് കിട്ടി. പൊന്നാറ് എത്ത പണി പാളി. ഞങ്ങൾക്ക് 6 മണിക്കൂർ മതിയേ ഞങ്ങളെ കൊണ്ടുപോയി. മറച്ചിട്ടാ ഞാൻ മെല്ലിറക്കണ. ഞാൻ മെല്ലാണ് ഇറങ്ങണത്. അത്ര വേണമല്ലോ. കരക്കെ പിടിക്കില്ല. മിഷൻ അക്കംപ്ലിഷ്ഡ്. അയ്യോ ആ വരണേ. എന്തായി പറയും. എളുപ്പമല്ല, നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല. അത്യാവശ്യം നല്ല ലോഡുണ്ട് ആ പെടൽ. അത് ചോട്ടിട്ടായിട്ട് എത്തുമ്പോഴേക്കേ ഒന്നും പറയാനില്ല. ഞങ്ങൾക്കെന്തെങ്കിലും പറയണ്ടോ? നിങ്ങൾ ഇത്ര നേരത്തോ? തമ്പുരാനോട് പിന്നിലിരിക്കായിരുന്നില്ല, ചവിട്ടായിരുന്നു. പണിയെടുക്കണം. ക്യാമറ പിടിച്ച് നോക്കി അടക്കല്ല ജീവിതം. ഇത് 500, 450, 500. ഇതില് പൊളിക്കാൻ അടിപൊളിയാണ്. നല്ല അഭിപ്രായം. സുഖമാണ്. ഇതൊന്നുള്ളൂ. അപ്പൊ നമ്മള് വേഴത്തൂർ എത്താറായി, നമ്മുടെ നാട്ടിലെത്താറായി. വീടെത്തി 50 മീറ്റർ കൂടി. അതെ, അത്രേ ഉള്ളൂ. അപ്പോ ബേബിച്ചേട്ടന്റെ മറ്റേ എന്താ ഹോം സ്റ്റേ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ല ഫുള്ളായിട്ട്. എന്നുവെച്ചാൽ മൂപ്പര് കസിൻ ആരോ മരിച്ചു, അത് കാരണം. അപ്പോൾ മൂപ്പരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ എന്താവശ്യം ഉണ്ടെച്ചാലും ബേബിച്ചേട്ടനെ വിളിച്ചാൽ മതി. മൂപ്പര് അവിടുത്തെ ഒരു മെയിൻ ഒരാളാണ്.
അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ വിഷ്വൽസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി, അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി. ബേബി ചേട്ടൻ ഫുഡും കാര്യങ്ങളൊക്കെ, സീ ഫുഡും കാര്യങ്ങളും സൂപ്പർ. അവിടെ നിന്നാണ് നിങ്ങളുടെ പാർക്കിംഗ് മുതൽ നിങ്ങളുടെ സ്റ്റേ, ഫുഡ് ഇതെല്ലാം ഞങ്ങൾ 100% ഗ്യാരണ്ടി തരും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ല. സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ് ചെറായി മൊനമ്പത്തുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ് ബേബി ചേട്ടൻ റിസോർട്ട്. ബേബി സ്രാങ്ക് റിലാക്സ് ഹോം സ്റ്റേ എന്നാണ് അതിന്റെ പേര്. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെറായിൽ ചെന്നിട്ട് ബേബി സ്രാങ്കിന്റെ റിസോർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് കാണിച്ചു തരും. ഈവൻ നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിച്ചാൽ അവര് വരെ കാണിച്ചു തരും. കാരണം ആ പുള്ളി ആ നാട്ടിൽ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പൊതുപ്രവർത്തകനൊക്കെ ആയിരുന്നു പണ്ട്. മറ്റേ CPM-ന്റെ ഒക്കെ ഭയങ്കര സംഭവം ഉണ്ടായിരുന്ന ആള്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇപ്പൊ ഞങ്ങളിത് വീടെത്തി, കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പൊ ഞങ്ങളിപ്പോ വീടെത്തി. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.